ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷീറ്റിനെ ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ സെൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെൽസിൻ്റെ തേർഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷീറ്റിനെ റീനെയിം ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് രണ്ട് തരത്തിൽ റീനെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഏതൊരു ഷീറ്റിനെയാണോ റീനെയിം ചെയ്യേണ്ട ഷീറ്റിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം റീനെയിം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ F2 എന്നുള്ള കീയും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് നെയിം എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഏതൊരു ഷീറ്റാണോ റീനെയിം ചെയ്യേണ്ടത് ആ ഷീറ്റിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എടുക്കുന്നു. ഫോർമാറ്റ് എടുത്തതിന് ശേഷം ഇവിടെ റീനെയിം ഷീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഷീറ്റിനെ റീനെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെക്കൻഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഷീറ്റിനെ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഏതൊരു ഷീറ്റിനെയാണോ മൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോപ്പി ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു ഷീറ്റിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്കിവിടെ മൂവർ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ഷീറ്റിൻ്റെ അടുത്തോട്ടാണോ ഈ ഒരു ഷീറ്റിനെ മൂവ് ചെയ്യേണ്ടത് ആ ഒരു ഷീറ്റിന് തൊട്ടടുത്തായിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 9th ഷീറ്റാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്പർ 9 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുള്ള ഓട്ടോ ഫിറ്റ് റോസ് ആൻഡ് ഹൈറ്റ്സ് എന്നുള്ള ഷീറ്റാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സെൽ എന്ന ഷീറ്റിൻ്റെ അടുത്തോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ ഷീറ്റിനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് ആ ഒരു ഷീറ്റ് എങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് സെല്ല് എന്നുള്ള ഷീറ്റിന് തൊട്ടടുത്തായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷീറ്റിനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് മെത്തേഡിലൂടെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മൂവ് ചെയ്യാവുന്നതാണ്. ഷീറ്റിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എടുക്കുന്നു. ഫോർമാറ്റ് എടുത്തതിന് ശേഷം മൂവ് ഓർ കോപ്പി ഷീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ഒരു സെയിം ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എനിക്ക് ഈ കാണിക്കുന്ന ഷീറ്റിനടുത്തോട്ടായിട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഞാൻ മൂവ് ചെയ്യേണ്ട ഷീറ്റ് അടുത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പഴയ പൊസിഷനിലോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഷീറ്റിനെ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ടാബ് കളർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടാബ് കളർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു ബഞ്ച് ഓഫ് ഷീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഷീറ്റാണ് ടാബ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഷീറ്റിനൊന്നും കളറില്ല, അല്ലെങ്കിൽ ഈ ഒരു ടാബ്സിനൊന്നും നമ്മൾ കളർ കൊടുത്തിട്ടില്ല. നമുക്കൊരു ഷീറ്റ് മറ്റൊരു ഷീറ്റിൽ നിന്ന് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ അസൈൻ ചെയ്യാവുന്നതാണ്. രണ്ട് മെത്തേഡിലൂടെ നമുക്ക് ഷീറ്റിന് കളർ അസൈൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതൊരു ഷീറ്റിനാണോ കളർ അസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊരു ടാബിനാണോ കളർ അസൈൻ ചെയ്യേണ്ടത് അതിനനുസരിച്ചായിട്ട് ആ ഒരു ടാബ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ ടാബ് കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട കളർ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടാബ് കളർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് വേറൊരു ടാബ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോർമാറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ ടാബ് കളർ എടുക്കുന്നു. ആൻഡ് വീണ്ടും നമുക്ക് വേണ്ട ഒരു കളർ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കളർ സെറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സെറ്റ് ചെയ്തിട്ടുള്ള ടാബ് കളർ റിമൂവ് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫോർമാറ്റ് എടുത്തതിന് ശേഷം ടാബ് കളർ എടുക്കുന്നു. ഇവിടെ നോ കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ആയിട്ട്, അതായത് നമ്മളുടെ ടാബിന് കളർ വേണ്ട എന്നാണെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടാബ് കളർ എടുത്ത് നോ കളർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സോ നൗ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ, പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഷീറ്റിൽ ഒത്തിരി ആൾക്കാർക്ക് ആക്സസ് ഉണ്ട്. ആൻഡ് സ്പെസിഫിക് റേഞ്ച് ഓഫ് ഡാറ്റാസ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് യൂസിനായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസ് യൂസിനായിട്ട് എടുക്കുന്നത് എന്നാണെങ്കിൽ നമുക്ക് നമ്മളുടെ ആ ഒരു റേഞ്ച് ഓഫ് ഡാറ്റനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം എന്നാണെങ്കിൽ നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ
ഒരു വർക്ക് ബുക്കിൽ തന്നെ ഒത്തിരി ഷീറ്റ്സ് വരുന്നുണ്ട്. ഓരോ ഷീറ്റ്സും ഓരോ എംപ്ലോയീസാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ അറിയാതെ എന്തെങ്കിലും കേസസിൽ നമ്മളുടെ ഷീറ്റിൽ വേറൊരു എംപ്ലോയി വന്നിട്ട് എന്തെങ്കിലും മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് നമ്മളുടെ ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. 3 തരത്തിൽ നമുക്ക് നമ്മളുടെ ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് സെൽ എന്നുള്ള ഷീറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് കാണുന്നില്ലേ, ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാനിവിടെ ലോക്ക് സെറ്റ് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോമാറ്റ് സെൽ, ഫോമാറ്റ് കോളം, ഫോമാറ്റ് റോസ്, ഇൻസേർട്ട് കോളംസ്, ഇൻസേർട്ട് റോസ് ഇതെല്ലാം ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരാൾക്ക്, വേറൊരാൾ എൻ്റെ ഒരു ഷീറ്റിലോട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കറക്ഷൻസോ എഡിഷൻസോ എന്തെങ്കിലും ഇൻസേർഷനോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും പോസിബിൾ ആവുന്നതല്ല. കാരണം അവർക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ലൈക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ എൻ്റെ പാസ്വേഡ് കൺഫേം ചെയ്യണം. പാസ്വേഡ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരാൾ വന്നിട്ട് എനിക്ക് ഇവിടെ ഞാൻ എന്താ പറയുക, ഇവിടെ ഒരു കോളം അല്ലെങ്കിൽ റോ ഇവിടെ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് പോസിബിൾ ആയിട്ടുള്ളതല്ല. എനിക്കാണ് ഈ ഷീറ്റിൻ്റെ കംപ്ലീറ്റ് ആക്സസ് ഉള്ളത്. അതുകൊണ്ട് എനിക്കിവിടെ ഇപ്പോഴും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാനും മറ്റ് ചേഞ്ചസ് വരുത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ വേറൊരാൾ വരികയാണെങ്കിൽ അവർക്ക് എന്താണ്, ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു തരത്തിൽ നമ്മുടെ ഇനി നമ്മൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റിനെ നമുക്ക് അൺപ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. അതായത് ഇനി അതല്ല, നമുക്ക് ലോക്കൊന്നും സെറ്റ് ചെയ്യണ്ട എന്നാണെങ്കിൽ ചെയ്യാവുന്നത് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ അൺപ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഹോം എടുക്കുന്നു. ഹോം എടുത്തതിന് ശേഷം നമ്മൾ ഫോർമാറ്റിലോട്ട് പോയതിന് ശേഷം പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വീണ്ടും നമ്മളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. ആസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെപ്സിൽ ജസ്റ്റ് ആകെ ഇനീഷ്യൽ സ്റ്റെപ്പ് മാത്രമാണ് മാറ്റം വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അൺപ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഷീറ്റിനെ അൺപ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ പാസ്വേഡ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, അൺപ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് റിവ്യൂ ടാബ് എടുക്കുന്നു. റിവ്യൂ ടാബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്റ്റ് പ്രൊട്ടക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പ്രൊട്ടക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വേണ്ട ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്തതിന് ശേഷം പാസ്വേഡ് കൺഫേം ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ലോക്ക് ആയിട്ടുണ്ട്. ഇനി അൺപ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ അൺപ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അത് സെലക്ട് ചെയ്തതിന് ശേഷം പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ 3 തരത്തിലാണ് നമുക്കൊരു ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അൺപ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലോക്ക് സെൽ എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട്. അതുകൊണ്ട് ലോക്ക് സെല്ലും അതുപോലെ തന്നെ എന്താണ് ഫോമാറ്റ് സെൽസ് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക് യു.